ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കനോ മീനോ ഒന്നുമില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ മീനില്ലാത്തൊരു മീൻ കറിയും അതുപോലെ തന്നെ ഒരു ചെറിയ തോരനും വെച്ചുള്ള ഒരു കുഞ്ഞു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം മീനില്ലാത്തൊരു മീൻ കറി വെക്കാനായിട്ട് ഒരു കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മാങ്ങ കട്ട് ചെയ്തത്, ഒരു തക്കാളി, കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പിനായിട്ട് 2-3 പിടി നാളികേരം, ഏകദേശം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയുള്ളി, ഇത്രയൊന്നും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതേ മൺചട്ടി വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ചെറുതായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തുള്ള കൈപ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈപ്പയ്ക്ക കട്ട് ചെയ്തെടുത്ത് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ് നമ്മളിത് മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം അധികം തീ കൂട്ടി വയ്ക്കാതെ നല്ലോണം വഴറ്റിയെടുക്കുക കൈപ്പയ്ക്ക. അപ്പം ചെറിയ തീയിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോവാതെ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം കൈപ്പയ്ക്ക ഒരുവിധം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം ചെറിയ തീയിൽ നന്നായിട്ട് കൈപ്പയ്ക്ക വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് അതും ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു. പിന്നെ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു നന്നായി ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മളിതേ പാകത്തിനുള്ള ചാറാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ കൂടി അതിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചു. പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കി. അപ്പം നമ്മൾ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത കാരണം ഒരു 2 കഷ്ണം കുടംപുളി കൂടി അതിലേക്ക് നന്നായി കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വറ്റിച്ചെടുത്തു. അപ്പം ഇതേ നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് താളിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ എന്ത് മീൻ കറി ആയാലും അങ്ങനെ തന്നെ ചെയ്യുന്നതാവും കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചു. ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നല്ല ചൂടുള്ള ചോറിലേക്ക് ഇത് ഒഴിച്ച് കഴിക്കാനായിട്ട്. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണിത്. പിന്നെ തോരൻ വെക്കാനായിട്ട് ഒരു കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടച്ചക്ക തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. തീരെ മൂത്തിട്ടുള്ള കടച്ചക്കയല്ല, ചള്ള് കടച്ചക്കയാണ്. അപ്പം അത് കാരണമാണ് ഇങ്ങനെ തോരൻ വെക്കണത്. അപ്പം നല്ല മൂത്തുള്ള കടച്ചക്ക ആകുമ്പോൾ ഉപ്പേരി വെക്കാനായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം അതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം, പച്ചമുളകും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 2 കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പം അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ കടച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കടച്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക.
അപ്പോൾ 2-3 മിനിറ്റൊക്കെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് മൂടി തുറന്ന് അപ്പോൾ നമ്മുടെ ഈ അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കടച്ചക്കയിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന വരെ ഒന്ന് ചെറിയ തീയിലാക്കി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ മൂടി തുറന്നു. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ച് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താളിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞില്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും കടച്ചക്ക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. അപ്പം അതിന് ശേഷം നമ്മൾ ചെറിയ തീയിലൊന്ന് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയെടുത്തു. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പം ഇന്ന് കുഞ്ഞു ഉച്ചയൂണ് കറികളാണ്. നമ്മുടെ കടച്ചക്ക തോരനും പിന്നെ ഒരു കൊണ്ടാട്ടമുളകുണ്ട്, നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ നല്ല പാകമായിട്ട് കുറച്ച് ദിവസങ്ങളായി ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ലോണം പാകമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീനില്ലാത്ത മീൻ കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.